ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്സാണ്. ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോഴും. കാരണം നമുക്കറിയാവുന്ന വസ്തുതയാണ്, കേരളത്തിൽ ഒരു ഭാഗത്ത് ഇടതുപക്ഷം, മറ്റൊരു ഭാഗത്ത് UDF, അതായത് LDFും UDF CPM നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയെ അവരുടെ ഘടകകക്ഷികൾ, ഇപ്പുറത്ത് UDF കോൺഗ്രസ് പാർട്ടി നയിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ. നമ്മൾ ആലോചിക്കേണ്ട ഒരു സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്സ്, അതിൻ്റെ അകത്ത് സെക്യുലറിസം എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് എത്രമാത്രം സത്യമാണ് ഈ കാര്യങ്ങൾ. ഇത് ശരിക്കും അക്കാഡമിക്കലി സ്റ്റഡി ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. അപ്പം കേരളത്തിൽ എപ്പോഴും പറയുന്നൊരു വസ്തുതയുണ്ട്, അതായത് കോട്ടയത്ത് നിന്ന് കേരള കോൺഗ്രസ്, അതായത് ഒരു ഭാഗത്ത് ജോസഫ് ഗ്രൂപ്പിൻ്റെ കേരള കോൺഗ്രസ്, അവർ UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. അപ്പുറത്ത് KM മാണി, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ കേരള കോൺഗ്രസ്, ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് LDFിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇവരൊക്കെയാണ്, ഈ രണ്ടു കൂട്ടരാണ് കേരളത്തിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റികളുടെ പ്രശ്നങ്ങൾ, അതായത് റെപ്രസെൻറ്റേഷനായിട്ട് ഗവൺമെൻറ്റിലും മറ്റും കൂടുതൽ പ്രാധാന്യത്തോടെ കൽപ്പിക്കുക. ഇതാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഇത് എത്രമാത്രം പ്രസക്തമാണ് ഇവർ ഈ പറയുന്ന ഈ കാര്യങ്ങൾ. ഉറപ്പായിട്ടും KM മാണിക്ക് അതിൻ്റെ റോളുണ്ടായിരുന്നു, ഒരു സമയത്ത് PJ ജോസഫിൻ്റെ റോളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യമുണ്ട്, അതായത് കഴിഞ്ഞ 10 കൊല്ലം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സാഹചര്യം പറയുന്ന സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്സ് പൂർണ്ണമായിട്ടും അങ്ങ് മാറി. അതിൻ്റെ അകത്ത് ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഘടകമാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ഒരു ഘടകമാണ്. പലതുകൊണ്ട്, ഒരു ഘടകമല്ല, പല ഫാക്ടേഴ്സുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം ഉയർത്തിക്കൊണ്ടുവരുന്ന വർഗീയ രാഷ്ട്രീയം, അതിൻ്റെ പെനട്രേഷൻ എത്രമാത്രം പ്രാധാന്യം. അത് ഒരു ഗ്ലോബൽ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് അതവർ കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റായ, അതായത് LDFും UDFും, ഇവർ പൂർണ്ണമായിട്ടും നിശബ്ദമായിട്ട്, അതായത് കോൺഗ്രസ് പാർട്ടി അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. കാരണം മുസ്ലിം ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടി, പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇപ്പുറത്ത് അതേപോലെ തന്നെ CPM, അവരുടെ ഈ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം, പിന്നെ അവരുടെ പൊളിറ്റിക്സ്, അതായത് ന്യൂനപക്ഷ പ്രീണന പൊളിറ്റിക്സ്. 2 പൊളിറ്റിക്കൽ പാർട്ടിയും വളരെ കാര്യമായിട്ടാണ് ഈ സോഷ്യോ എക്കണോമിക്, അതായത് നമ്മൾ ഈ പറയുന്ന സ്ട്രക്ചറിനകത്ത് കയറി കളിക്കുന്നത്. ഇതിൽ പെട്ടുപോകുന്ന ഒരു വിഭാഗമാണ് ബേസിക്കലി കേരളത്തിലെ ക്രൈസ്തവർ. ഉറപ്പായിട്ടും അത് കേരളത്തിലെ ഭൂരിപക്ഷമായ ഹിന്ദുക്കളെയും ബാധിച്ചിട്ടുണ്ട് ശരിക്കും. കാരണം ഹിന്ദുക്കളെ എത്രമാത്രം തെറി വിളിച്ചാലും ഹൈന്ദവരുടെ എല്ലാ ആചാരങ്ങളെല്ലാം വളരെ മോശമായിട്ട് തന്നെയാണ് ഈ പറയുന്ന 2 പൊളിറ്റിക്കൽ പാർട്ടിയും, പ്രത്യേകിച്ച് CPMൻ്റെ പല നേതാക്കൾ, സ്പീക്കർ ഷംസീർ, മറ്റുള്ള നേതാക്കളൊക്കെ വെറുതെ കലയ്ക്കുക. കാരണം അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പോലും ശബരിമല ഇഷ്യൂവിൽ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കൾച്ചറിനെ പോലും ഇല്ലാതാക്കുക. ഇപ്പം ഞാനിപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഞാൻ സ്റ്റഡി ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ഈ കാസ എന്ന് പറയുന്നത്, അതായത് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് അലയൻസ് ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, അതേപോലെ തന്നെ കേരളത്തിലെ സമസ്ത, ഇതൊക്കെ ഈ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാണ്. ഇതേപോലെ സോഷ്യൽ സംഘടനയാണ്. അതേപോലെ ഉണ്ടായി വന്ന് 2 വർഷമേ ആയിട്ടുള്ളൂ ഈ സംഘടന ഉണ്ടായിട്ട്. പല ആവർത്തി ഇതിനെപ്പറ്റി പല ആൾക്കാരും പറഞ്ഞപ്പോൾ ഞാനത് ഇഗ്നോർ ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ചില പോയിന്റുകൾ ഞാൻ പറയാം. എന്നിട്ട് നിങ്ങൾ ഇത് സ്റ്റഡി ചെയ്തിട്ട് തീരുമാനിക്കും ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ സത്യമാണോ അല്ലയോ. അപ്പോൾ ഏറ്റവും പ്രധാനമുള്ളൊരു ഘടകമുണ്ട്, അതായത് കേരളത്തിലെ അഗ്രികൾച്ചർ. അതായത് കേരളത്തിലെ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫാമിങ്, ചെറുകിടവും വലുകിടവും, അതായത് തോട്ടമാണെങ്കിലും മറ്റുള്ള ഫാമിങ്ങിൻ്റെ ഒരു സെക്ടറിലാണ് ഇവർ കൂടുതൽ അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ കുടിയേറ്റവും സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ വെതർ ചേഞ്ചും ക്ലൈമറ്റ് ചേഞ്ചും മറ്റുള്ള പല ആസ്പെക്ട്സും ഒക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവർക്ക് ഒരു രീതിയിലും ഫാമിംഗ് എന്ന് പറഞ്ഞ സാധനം
അവർക്ക് ചെയ്യാൻ പറ്റാതായി. പല ഘടകങ്ങളുണ്ട്, പല ഘടകങ്ങളുണ്ട്. CPM-ൻ്റെ മിഷനറിക്കെതിരെ ഉള്ള സമരം, അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സോഷ്യലിസ്റ്റ് യൂണിയൻ്റെ പ്രശ്നം, ഇതെല്ലാം കൂടെ ഏറ്റവും അവസാനം അവരുടെ ഏറ്റവും സാമ്പത്തിക സ്രോതസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വന്യജീവി ആക്രമണമാണ്. ഒത്തിരി പേര് കൊല്ലപ്പെട്ടു. അതായത് നിങ്ങൾ വയനാടാണെങ്കിലും കണ്ണൂരാണെങ്കിലും കാസർഗോഡ് നോക്കുകയാണെങ്കിലും അതേപോലെ ഇടുക്കി ജില്ല നോക്കുകയാണെങ്കിലും ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അതായത് കുടിയേറ്റ കർഷകരെന്ന് പറയുന്നത് ക്രൈസ്തവ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഇന്ന് അവൻ്റെ സോഷ്യൽ എക്കണോമിക് സംഭവം എന്ന് പറഞ്ഞാൽ ഡീറെയിൽ ചെയ്തിരിക്കുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുക. ഇപ്പം ഈ പറയുന്ന കാട്ടുപന്നിയുടെ ആക്രമണം, ആനയുടെ ആക്രമണം കൃഷി മുഴുവനും നശിപ്പിക്കുന്നു. എന്ത് നടപടിയാണ് ഈ കേരളം ഭരിക്കുന്ന CPM ആണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് ആണെങ്കിലും ഇതിനെതിരെ എടുത്തിട്ടുള്ളത്? ഇത് ആദ്യം ചിന്തിക്കേണ്ട സംഭവമാണ്. ഒരാളെ ആന കുത്തിക്കൊന്നു, അല്ലെങ്കിൽ ഒരാളെ കാട്ടുമൃഗം കൊന്നു, വന്ന് 10 ലക്ഷം രൂപ കൊടുക്കുക, അതോടെ തീർന്നു. പക്ഷെ മനസ്സിലാക്കുന്നില്ല, ഇത് ഒരാളുടെ അല്ല, ഇത് അവിടെ താമസിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുക. ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ഈ 2 പൊളിറ്റിക്കൽ പാർട്ടിയും പല ന്യായങ്ങൾ പറഞ്ഞ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെയൊക്കെ പ്രസ്താവനകൾ നിങ്ങൾ എടുത്തു നോക്കുക. എന്ത് രീതിയിലാണ് ഇവർ പ്രസ്താവന നടത്തിയത്? അപ്പം അത് അവർക്ക് താല്പര്യം, കാരണം അവർക്കറിയാം ഒരു കേരള കോൺഗ്രസ് അവരുടെ കൂടെയാണ്, മറ്റൊരു കേരള കോൺഗ്രസ് UDF-ൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ 2 കേരള കോൺഗ്രസ് എന്ന് പറയുന്നതും ഒരു ഭാഗത്ത് നിന്ന് 2 ഭാഗത്ത് നിൽക്കുമ്പോൾ ചർച്ച് എന്ന് പറയുന്നത്, അതായത് കാത്തലിക് ചർച്ച്, പ്രധാനമായിട്ടുള്ള കാത്തലിക് സീറോ മലബാർ ചർച്ച്, പിന്നെ ഓർത്തഡോക്സ് ചർച്ച്, ഇപ്പോൾ ഇവരുടെ ആളുകളെല്ലാം ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചിന് പോലും, അതായത് ഇത്രയും തഴക്കം ഒരു സമയത്ത് കേരളത്തിൻ്റെ സോഷ്യോ എക്കണോമിക്കിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വെച്ച് ഈ കാത്തലിക് ചർച്ചാണ്. ഇന്ന് ആ ചർച്ചിൻ്റെ മുഴുവൻ എയിം മാറി. അവർ യുവജന സംഘടന എടുത്തു നോക്കുക, 100ഓളം വർഷം പഴക്കമുള്ള യുവജന സംഘടനയാണ്. അവരെന്ത് കോൺട്രിബ്യൂഷനാണ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഈ കാത്തലിക് ചർച്ച് അവരുടെ വിശ്വാസികൾക്ക്, അതായത് ക്രൈസ്തവ വിശ്വാസികൾ കൊടുത്തിരിക്കുന്നത്? പട്ടപൂജ്യമാണ് ഈ സംഭവം. അപ്പോൾ അവിടെ വന്നിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലോട്ട് പോകാനുള്ള ഒരു സ്റ്റെപ്പായിട്ടാണ് അവരിതിനെ ചർച്ചിനെ കാണുന്നത്. കാരണം പിന്നീട് അവർ പൊളിറ്റിക്കൽ പാർട്ടി പോയി അതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ്ഡായി, പിന്നീട് ഒരു പൂർണ്ണമായിട്ടും, കാരണം അതിനു വേണ്ടിയുള്ള സംഭവം അതായത് നേരെ ചൊവ്വേ ടീത്ത്ലെസ്, അതായത് ഒരു യൂസ്ലെസ് ഓർഗനൈസേഷനായിട്ട് കേരളത്തിലെ കാത്തലിക് ചർച്ച് മാറി. കാരണം കാത്തലിക് ചർച്ചിൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്, ആലോചിച്ച് നോക്കുക, അവർക്ക് കുർബാന വടക്കോട്ട് വേണോ, തെക്കോട്ട് വേണോ, കിഴക്കോട്ട് വേണോ, അല്ലാതെ കേരളത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ പ്രശ്നം. സഭയുടെ ഇടയ്ക്ക് അവരുടെ ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ ആൾക്കാർ കൂടുതൽ പ്രസംഗിച്ചു, കാരണം ഞങ്ങൾ വന്ന് നിങ്ങളുടെ മാമോസ് എന്തോ ഒലത്തും, നിങ്ങൾ വന്ന് മാമോസ് എന്തോ ഒലത്താനാണ് പോകുന്നേ. ഇവിടുത്തെ പ്രധാന കോർ ഇഷ്യൂ ഉണ്ട്. ഈ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യുമ്പം ഈ തലശ്ശേരി രൂപതാമെത്രാൻ അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് റബ്ബറിന് ഇത്ര വില തന്നാൽ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോൾ അയാളെ കണ്ടില്ല. ഇതേപോലെ പല മെത്രാന്മാരും പല സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കും. ആ സമയത്ത് കേരളം ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടി ഈ മെത്രാൻ എന്താ അപ്പോഴാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം മെത്രാൻ ഡും. ഇതാണ് സംഭവം. അതായത് പക്ക രാഷ്ട്രീയക്കാരനേക്കാളും വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച് കേരളത്തിലെ ഈ ക്രൈസ്തവ സഭകളുടെ വിശ്വാസികളെ, അവർ ഒരു സമയത്ത് ഈ സഭകൾ തന്നെയാണ് ഇവർക്ക് എഡ്യൂക്കേഷനും ഈ പറയുന്ന ട്രെയിനിങ്ങും ഇവർക്കെല്ലാം കൊടുത്തിട്ട് ഇവരെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ ഇന്നത്തെ കാലയളവിൽ ഈ പറയുന്ന മെത്രാന്മാരും അച്ഛന്മാരും സഭയും അവരുടെ യുവജന പ്രസ്ഥാനം പക്ക തെരുവ് നാടകം പോലും അതിനേക്കാളും മോശമായ രീതിയിൽ അവരുടെ വിശ്വാസികളെയും ചർച്ചിൻ്റെ അംഗങ്ങളെയും പൂർണ്ണമായിട്ട് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിനകത്ത് 2 പൊളിറ്റിക്കൽ പാർട്ടിക്കും പൂർണ്ണമായിട്ടും പങ്കുണ്ട്. കാരണം അവരുടെ ആളുകളായിട്ട് മാറുന്നു. ഈ അടുത്തൊരു പോയിന്റ്, ഞാൻ ഇപ്പം ഉണ്ടായ സംഭവമാണ് മൊനമ്പം ഇഷ്യൂ. ഈ മൊനമ്പം ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായിട്ട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡ് എന്ന് പറയാൻ VD സതീശിൻ്റെ സ്റ്റാൻഡും കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റാൻഡും എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ സ്റ്റാൻഡാണ്. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്ന രീതിയിലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്താണ് കാണുന്നത്? അതായത് ഈ JPC-യുമായി ബന്ധപ്പെട്ട്
ആ കമ്മിറ്റിയിൽ, ബാംഗ്ലൂർ വെച്ച് അതിൻ്റെ സിറ്റിംഗ് ആണ്. അപ്പോൾ അതിനകത്ത് കോൺഗ്രസിൻ്റെ അംഗമാണ് ഭയങ്കരമായിട്ട് പറയുന്ന മുനമ്പം വഖഫ് ഭൂമിയാണ്. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷി കുഞ്ഞാലിക്കുട്ടി ഏതോ പറഞ്ഞു, അവിടെയുള്ള അൻവർ അതായത് ആലുവ MLA എന്തോ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടും വന്ന് ക്ലീനായിട്ടങ്ങ് പറഞ്ഞു ഇത് വഖഫിൻ്റെ ഭൂമിയാണ്. ബഷീറും പറഞ്ഞു, KM ഷാജി. ആലോചിച്ച് നോക്കുക, ഈ സമയത്ത് കേരളത്തിലെ UDFും LDF, അതായത് അതിൻ്റെ അകത്തുള്ള ഈ 2 കേരള കോൺഗ്രസും നിശബ്ദമായി പോയി. അവന്മാരവിടെ പോയി. എൻ്റെ ചോദ്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരവിടെ പോയി. അവരല്ലേ പറയുന്നത് അവർ ക്രിസ്ത്യാനികൾക്ക് ക്രൈസ്തവർക്ക് റെപ്രസെൻറ്റേഷനാണെന്ന് പറയുന്നവർ പൂർണ്ണമായിട്ടും നിശബ്ദമായി. അതാണ് ഞാൻ പറയുന്നത്. മക്കൾ രാഷ്ട്രീയത്തിലോട്ട് കയറി. പി ജോസഫ് മോശമൊന്നുമല്ല, പുള്ളിയുടെ മകനെ കൊണ്ടുവരാനുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ കളിക്കുന്നത്. അല്ല, ജോസ് കെ മാണി രാഷ്ട്രീയത്തിൽ, കാരണം അവർക്ക് കുറച്ച് അച്ചായന്മാരെ പ്രീണിപ്പിച്ച് കുറച്ച് ബിസിനസ്സുകാരുമായിട്ട് ചേർന്ന് പക്ക കച്ചവടം നടത്തുന്ന രീതിയിൽ കേരള കോൺഗ്രസ് മാറി. ഇനി അടുത്ത സംഭവം എടുക്കാം. കേരളത്തിൽ ഏകദേശം 3000-ഓളം കേസുകൾ ഇഷ്യൂസാണ് ഈ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് വേണം. സത്യം തന്നെയാണ് സംഭവം. എനിക്കറിയാവുന്ന കേസുകളുണ്ട്, എത്രയോ കേസുകളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് രീതിയിലുള്ള സംഭവങ്ങളാണ് ഈ പറയുന്ന 2 കേരള കോൺഗ്രസ് എടുത്തിട്ടുള്ളത്? ഞാനൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറയാം. അതായത് പഴയ തിരുവമ്പാടി MLA ജോർജ് M. തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ കമ്മ്യൂണിസ്റ്റുകാരനുമായ ഒരാളുടെ മകളെ മറ്റൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പയ്യൻ കൊണ്ടുപോയി. ഈ സമയത്ത് ജോർജ് M. തോമസ് ശക്തമായിട്ട് പറഞ്ഞു, ഇത് ഈ പറയുന്ന അടിച്ചു മാറ്റി ഈ പെണ്ണിനെ, അതായത് ഈ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും കൊണ്ട് പൊട്ടിക്കാനാണ് കൊണ്ടുപോകുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു നേതാവ് പറഞ്ഞു. അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എന്താ കാരണം? റിയാസ്, അപ്പുറത്ത് ഷംസീർ, ഇതൊന്നും പാർട്ടി നയമല്ല. ഇനിയെങ്കിലും കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കേണ്ടതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, MB ഗോവിന്ദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവർക്ക് പ്രാധാന്യം ഈ പറയുന്ന വർഗീയ പ്രീണനം നടത്തുന്ന അവരുടെ കൂടെയാണ് ഇവർക്ക് താല്പര്യമൊന്നുമില്ല. കാരണം അവർക്കറിയാം ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ തമ്മിൽ തല്ലി നടക്കുമോ. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ ഒരു അന്യനും പള്ളികൾ പിടിച്ചുകൊണ്ട് നടക്കുമോ? ഈ 2 കൂട്ടരെ ഞാൻ മുനമ്പത്ത് കണ്ടില്ല. അവർ തമ്മിൽ തല്ലുമോ? അവർക്ക് ഈ പള്ളി വേണോ, ആ പള്ളി വേണോ? അപ്പോൾ ഇവിടുത്തെ അതായത് ഈ ക്രൈസ്തവ സഭാ അംഗങ്ങൾ, അവരുടെ കാര്യം ആരാ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇതാണ് ചോദ്യം വരുന്നത്. പിന്നീട് പെട്ടെന്ന് മണിപ്പൂരിന് പോവുക. ഇവിടെ മണിപ്പൂരിൽ പോട്ടെ, കേരളത്തിലെ കാര്യം പറയാം. ഈ ഇഷ്യൂ ആരാണ് പോകുന്നത്? ഇവിടെ പല ക്രൈസ്തവ സഭകൾക്കും യുവജന പ്രസ്ഥാനങ്ങളുണ്ട്. അവന്മാരെന്ത് കുന്താ ചെയ്യുന്നേ? എൻ്റെ ചോദ്യം വളരെ പ്രിസൈസാണ്. എന്ത് കുന്താ ചെയ്യുന്നത്? അപ്പോൾ ഓരോ എക്കണോമിക് ഫാക്ടർ, അതേപോലെ തന്നെ മുസ്ലിം ലീഗ് അധികാരത്തിലിരുന്നു UDFിൻ്റെ ഭാഗമായിട്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന പല സംഭവങ്ങളും. അതിൻ്റെ ഒരു സംഭവം ഞാൻ പറയാം. അതായത് മുസ്ലിം ലീഗ്, കാരണം പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസ് എല്ലാം ലീഗിൻ്റെ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് അത്രയും സീറ്റുണ്ട്. അപ്പം എക്കണോമി, അതായത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെൻ്റല്ല, റവന്യൂ അതായത് ഈ പണം സ്പെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഇവരുടെ ഇപ്പോൾ ലീഗിൻ്റെ ഇപ്പോൾ ഇതിനകത്ത് പലതും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്. ഈ കോൺട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് മുഴുവനും പോകുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിനാണ്. ഞാൻ കണക്ക് വരെ ഉദ്ധരിച്ച് പറയാം, അവർ വേറെ ആർക്കും കൊടുക്കത്തില്ല. അതായത് ഇവിടെ ക്രൈസ്തവരായ പല ബിസിനസ്സുകാരുണ്ട്, കോൺട്രാക്ടേഴ്സ് ഉണ്ട്, പലതും ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊരു പുല്ലും കിട്ടുന്നില്ല. ഹിന്ദുക്കളുടെ കാര്യം പറയണ്ട. പിന്നെ എങ്ങനെയെങ്കിലും കുറച്ച് ഹിന്ദുക്കളെ ബാലൻസ് ചെയ്ത് CPM ഒക്കെ വന്നു കഴിയുമ്പോഴാണ്. അതിനു വേണ്ടിയാണ് VD സതീശനും KC വേണുഗോപാലും പ്രയത്നിക്കുന്നത്. ആദ്യം കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട സംഭവം ഓരോ ഇഷ്യൂ ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ എത്രയോ ഇഷ്യൂസ് ഉണ്ട് എൻ്റെ കയ്യിൽ ഇതേപോലെ. അതായത് അവരെ സോഷ്യൽ എക്കോണമിക് ഈ സാധനത്തിനെല്ലാം കയറി പിടിക്കും. പക്ഷെ വളർന്നു വരുന്നൊരു സംഭവമുണ്ട്, അതായത് ഇസ്ലാമിക തീവ്രത. എടുത്തു നോക്കുക, ഹമാസിനെ അനുകൂലിച്ച്, അതായത് ഇന്ത്യയിൽ നടന്ന ഈ റാലി നടന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കേരളമാണ്. പിന്നെ നടന്ന പിന്നെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ.
അതിനുവേണ്ടി ഹമാസിൻ്റെ പിന്തുണക്ക അവരുടെ ലീഡേഴ്സിനെ കൊണ്ട് ഖത്തറിൽ നിന്നും ഇങ്ങോട്ട് ഓൺലൈനിൽ പ്രസംഗം നടത്തിയ ഒരേ ഒരു സ്റ്റേറ്റ് കേരളം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കേരളത്തിലെ CPM-ൻ്റെ സീനിയറായ നേതാവ് സ്വരാജ് ഹമാസിന് അനുകൂലമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആലോചിച്ച് നോക്ക്, ഹമാസ് ആരാ? തീവ്ര ഇസ്ലാമിക ഭീകരവാദം, ടെറർ ഓർഗനൈസേഷൻ, അതിക്രൂരമായിട്ട്, അത് താലിബാൻ്റെ മറ്റൊരു രൂപം. അതിനെ അനുകൂലിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവിടെ ഉണ്ട്. അതിന് ഇത്രയും സംഭവം ഉണ്ടായിട്ട് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ മിണ്ടിയോ? ഈ പറയുന്ന കേരള കോൺഗ്രസ്സുകാർ മിണ്ടിയോ? ഹാഗിയ സോഫിയ പള്ളി കുറിച്ചു. ഇവിടെ അതിന് അനുകൂലമായിട്ട് എഡിറ്റോറിയൽ എഴുതിയ ആളാണ് സാദിഖ് അലി ശിഹാബ് മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രികാപത്രത്തിൽ. എന്നിട്ട് അത് ചില ചർച്ചകളുടെ പ്രശ്നമായപ്പോൾ ക്രിസ്മസ് കേക്കുമായിട്ട് ഓടി നടക്കുക. ഇപ്രാവശ്യം അതും കുറച്ച് ക്രിസ്മസ് കേക്കുമായിട്ട് ചില മെത്രാന്മാരെ കാണാൻ പോയി. ആദ്യം മെത്രാന്മാർ മനസ്സിലാക്കുക, ഇവിടെ ക്രൈസ്തവൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യുകയാണ്. ഓരോ ഇഷ്യൂ എടുത്ത് നോക്കുക. അതായത് ഈ പറയുന്ന ക്രൈസ്തവരെ എന്നും അവരുടെ എക്കോണമി, അവരുടെ സ്റ്റാറ്റസ് കോയും അവരുടെ ഐഡൻറ്റിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ഒരു ഇസ്ലാമിക മതവിഭാഗം, തീവ്ര മതവിഭാഗം അവർ കിണഞ്ഞ് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള പെൺകുട്ടികളെ ആ കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് അവരെ കല്യാണം കഴിച്ച് മയക്കിയെടുത്ത് സിറിയയിൽ കൊണ്ടുപോകുന്നു, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോകുന്നു. ഇവിടുത്തെ പല മുസ്ലിം മുതലാളിമാരും അവർക്ക് ജോലി കൊടുക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. എടുത്ത് ഓരോ ഡേറ്റ ഞാൻ ഈ പറയുന്ന വെർട്ടിക്കൽ ഓരോന്നായിട്ട് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് കുന്തമാണ് നിങ്ങൾ ചെയ്ത്? ഈ കേരള കോൺഗ്രസ്, CPM-ഉം കോൺഗ്രസും എന്താണ് ചെയ്തത്? അതിനകത്ത് വർക്ക് ചെയ്യുന്ന ക്രൈസ്തവരോട് കൂടി ചോദിക്കുക, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളതിന് ഉത്തരം എന്താ? നിങ്ങൾ എന്താണ് ചെയ്തത്? ഏത് രീതിയിലാണ് നിങ്ങൾ പ്രതികരിച്ചത്? ഉറപ്പായിട്ട് ഇവിടെയാണ് ഈ കാസ എന്ന് പറഞ്ഞ ഈ ഓർഗനൈസേഷൻ്റെ പ്രാധാന്യം. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ പോക്ക് പോവുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് അടുത്ത ലെബനനും ഗാസയുമായിട്ട് മാറും. ഇതിനെ പ്രതികരിച്ചേ മതിയാവത്തുള്ളൂ. എങ്ങനെ പ്രതികരിക്കും? അതാണ് അതിൻ്റെ ചോദ്യം. എങ്ങനെ പ്രതികരിക്കും? പ്രതികരിക്കുക എന്ന് പറയുന്നത് ഇന്ന് നിലവിലുള്ള ക്രൈസ്തവ ഓർഗനൈസേഷൻ്റെ പല യുവജന സംഘടനകളും ചർച്ചുകളും ഇവർ പക്ക കച്ചവടത്തിലും സ്കൂളും ഇതൊക്കെ പരിപാടിയിലോട്ടാണ് പോയത്. ഇവിടെ സാധാരണക്കാരെ ക്രൈസ്തവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവിടെയാണ് കാസയുടെ പ്രാധാന്യം. വളരെ യങ്സ്റ്റേഴ്സ് വളരെ അഗ്രസീവായിട്ട് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ അവർ സെൻസേഷനായിട്ട് മാറി. ഇപ്പം ഞാനിത് പറയാൻ പോകുന്നതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, അതായത് ക്രൈസ്തവർ മാത്രമല്ല കേരളത്തിലെ ഹിന്ദുക്കൾ ഈ കാസയിൽ സഹകരിക്കണം. അതേപോലെ കേരളത്തിലുള്ള പല മലയാളികളായ പല ക്രൈസ്തവരുണ്ട്. നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളത് തെരുവിൽ വന്ന് പ്രകടനം നടത്താനല്ല പറയുന്നത്. അതെങ്ങനെ സപ്പോർട്ട് ചെയ്യണം? സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യണം, ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഒരു വലിയ സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതിന് വില പേശാൻ കഴിയും. എങ്ങനെ വില പേശും? അതായത് കേരളത്തിൻ്റെ സോഷ്യോ സ്ട്രക്ചറിനകത്ത് ഇഗ്നോർ ചെയ്യുന്നു. ആ സാധനത്തെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഇവരൊരു വോട്ട് ബാങ്കായിട്ട് മാറി. ഇത് മുസ്ലിം ലീഗിനേക്കാൾ ശക്തമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ നിലനിൽക്കുന്ന സഭകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഈ സഭകളൊക്കെ വളരെ ഏജ്ഡായി. അവർക്ക് ഈ പറയുന്ന ന്യൂ ഏജ് സംഭവങ്ങൾ, ഇന്നത്തെ കാര്യം, ഗ്ലോബൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ദീപിക എന്ന് പറഞ്ഞ പത്രം ഒരു യൂസ്ലെസ് പത്രമായി മാറി. യൂസ്ലെസ് പത്രം. ആരാ വായിക്കുന്നത്? ഇവിടെ ഈ പറയുന്ന ക്രൈസ്തവർക്ക് വേണ്ടി പ്രതികരിക്കുന്ന, അതായത് മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ ക്രൈസ്തവർ പറഞ്ഞ 100% പാട്രിയോട്ടിക്കാണ്, ഇന്ത്യക്കാരാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ ഉറപ്പായിട്ടും കേരളത്തിൽ ഹൈന്ദവ സമൂഹം തയ്യാറാകും. അപ്പം നിങ്ങളതിനെ BJP എന്നോ ക്രിസംഗീന്ന് എന്ത് സംഭവം വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേരളത്തിൽ കാസ വേണം. അതിശക്തമായിട്ട് ഓരോ വില്ലേജുകളിലും താലൂക്കിലും ഓരോ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട് കാസ വേണം. അവർക്ക് മീറ്റിംഗിൽ നടത്താൻ പള്ളികൾ തുറന്നു കൊടുക്കണം. ഇത് കണ്ടാലേ ലീഗ് ആണെങ്കിലും ഈ പറയുന്ന ഹമാസിനെ പിന്തുണച്ച സമസ്തയാണെങ്കിലും ഹമാസിനെ പിന്തുണച്ച സ്വരാജ് ആണെങ്കിലും ഇവൻ്റെയൊക്കെ വെടിയിരുത്തുള്ളൂ. കാരണം വോട്ട് ബാങ്ക് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പേടിയാകും. ഈ ഇവനെ വിരട്ടിയാൽ ഇതിന് മനസ്സിലാകും സംഭവം മാറി. അതുകൊണ്ട് ഇതെൻ്റെ അഭ്യർത്ഥനയാണ് കേരളത്തിലെ ഓരോ ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവരോടും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരോടും വിദേശത്ത് താമസിക്കുന്നവരോട് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഒന്ന് ഇൻവോൾവ് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങളെ കാസയെ അനുകൂലിക്കണം, അതിൽ മെമ്പേഴ്സ് ആകണം,
അതിന് സാമ്പത്തിക സഹായം കൊടുക്കുക, എല്ലാ രീതിയിലും ഫെസിലിറ്റേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത ഗാസയും ലെബനനും ആകാൻ പോവുകയാണ് കേരളം. അത് നോക്കി നിൽക്കാൻ മാത്രമേ കേരളത്തിലെ ചർച്ചിനും കേരള കോൺഗ്രസിനും ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിക്കും കഴിയുകയുള്ളൂ. അടി കൊടുക്കുന്നതിന് അടി കൊടുത്ത് തന്നെ നിർത്തണം. ഇത് വേൾഡ് ഫിലോസഫിയാണ്. കൗണ്ടറായിട്ടുണ്ടായിരിക്കണം, എന്നാലേ അവൻ പേടിക്കുകയുള്ളൂ. ഇതാണ് ഈ വീഡിയോയുടെ ശരിക്കുമുള്ള അടിസ്ഥാനപരമായി ഞാൻ ഉദ്ദേശിച്ചത്.